എല്ലാവർക്കും സുരഭി കിച്ചണിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു സ്പെഷ്യൽ ബനാന കേക്ക് ആയിട്ടാണ്. അപ്പോൾ ഈ കേക്കിൽ ഞാൻ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടും ചേർക്കാതെയും ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് കണ്ടു നോക്കാം. ഇവിടെ 2 നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. അതിൽ നിന്നും ഒരു പഴം ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു പഴം ഒന്ന് തൊലി കളഞ്ഞ് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിനു മുമ്പ് 2 ബനാന കേക്ക് ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു സോസ് പാൻ ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് പശു നെയ്യാണ് ചേർക്കുന്നത്. ഇനി നമ്മൾ കട്ട് ചെയ്തിരിക്കുന്ന ആ പഴം ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഈ പഴം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇവിടെ ഞാൻ മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് ചെയ്യുന്നത്. നമുക്കിതൊന്ന് നന്നായിട്ട് ഫ്രൈ ആയി വരുന്നതൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ പഴം എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി വരണമെങ്കിൽ നമ്മൾ ഇതുപോലെ ഒന്ന് ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് ഒരുവിധം നായി വരുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം ഒന്നായിട്ടുണ്ട്. നമ്മുടെ പഴം നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ പഴം നന്നായിട്ട് ഫ്രൈ ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അണ്ടിയും ബദാമും പിന്നെ മുന്തിരിങ്ങയും തേങ്ങയൊക്കെയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇവിടെ 2-3 മിനിറ്റോളം നമുക്കിതൊന്ന് വഴറ്റി കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ ഇത് ഓഫാക്കി വാങ്ങി വെക്കാം. അങ്ങനെ ഇതിവിടെ ആയിട്ടുണ്ട്. ഞാൻ ഇത് ഓഫ് ചെയ്ത് വാങ്ങി വെക്കുകയാണ്. ഇപ്പോൾ കണ്ടില്ലേ, പഴവും അണ്ടിയും മുന്തിരിങ്ങയും ബദാമും തേങ്ങയൊക്കെ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇവിടെ ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നമ്മൾക്ക് ഇതിലേക്ക് എഗ് വൈറ്റ് ചേർക്കാം. ഞാൻ 2 മുട്ടയാണ് എടുക്കുന്നത്. അതിൻ്റെ എഗ് യോക്കും വൈറ്റും വേറെ വേറെ മാറ്റി വെക്കാം. ഇവിടെ നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കാത്തൊരു ബനാന കേക്കാണ്. ഇവിടെ ഇതാ ഞാൻ എഗ് വൈറ്റ്സ് ഒന്ന് ബീറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാരയും പിന്നെ 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാം. അങ്ങനെ ഇവിടെ മുട്ടയുടെ വെള്ളം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമ്മുടെ മുട്ടയുടെ മഞ്ഞ ഇങ്ങോട്ട് എടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. കുറേശ്ശായിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 1/2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ കുറേശ്ശായിട്ട് ഒന്ന് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് മിക്സായി കിട്ടത്തില്ല. അതിനാൽ കുറേശ്ശെ ഇതുപോലെ എഗ് വൈറ്റ്സ് ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ ബീറ്റ് ചെയ്തെടുത്തില്ലേ, അത് കുറേശ്ശെ ഒന്ന് ഇതിലേക്ക് ചേർത്ത് അങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ ഇപ്പോൾ ഈ മുട്ടയിലേക്ക് 1/2 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ ചേർത്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ബാക്കി വരുന്ന ആ എഗ് വൈറ്റ്സ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഇനി മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയിരിക്കും. ഇവിടെ ഇതാ നമ്മുടെ കേക്ക് ബാറ്റർ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തിരിക്കുന്ന ആ പഴവും അണ്ടിയും മുന്തിരിങ്ങ പിന്നെ തേങ്ങ എന്നിവയൊക്കെ ചേർത്ത് ഫ്രൈ ചെയ്തിട്ടില്ല, അതൊന്ന് ചേർത്ത് കൊടുക്കാം. മുഴുവനായിട്ട് ഞാൻ ചേർത്തില്ല, പകുതി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് ഇത് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുന്നത് വെച്ചാൽ കുത്തി അമർത്തരുത്, മെല്ലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ ഇവിടെ ഇതാ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം മാറ്റി വെച്ചിരിക്കുന്ന ആ ഒരു പഴമില്ലേ, നേന്ത്രപ്പഴം, അതിങ്ങോട്ട് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ തൊലിയൊന്ന് കളഞ്ഞിട്ട് നമ്മൾക്ക് വട്ടത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു നോൺ സ്റ്റിക്ക് വെസൽ ഞാൻ ബട്ടറൊക്കെ തേച്ചൊന്ന് റെഡിയാക്കി വെച്ചതാണ്. അതിലേക്ക് കുറച്ച് പഞ്ചസാരയാണ് വിതറി കൊടുക്കുന്നത്. ഞാനിവിടെ ബ്രൗൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്യാം എല്ലായിടെയും. ഓക്കെ, ഇനി നമ്മൾ വട്ടത്തിൽ കട്ട് ചെയ്തിരിക്കുന്ന ആ പഴമൊന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഇത് ഈ വെസലിൽ ഞാൻ പഴമൊക്കെ നിരത്തി വെച്ച് കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കിയെടുത്ത കേക്ക് ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇവിടെ അങ്ങനെ കേക്ക് ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഇതുപോലെ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ ബാക്കി വെച്ചിരിക്കുന്ന ഫ്രൈ ചെയ്തെടുത്ത പഴവും അണ്ടിയും മുന്തിരിങ്ങ തേങ്ങ എന്നിവയൊക്കെ ഇതിന് മുകളിലായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം.
അങ്ങനെ ഇവിടെ ഇതാ നമ്മുടെ കേക്ക് ബാറ്റർ നല്ല സ്റ്റൈലായി കുക്ക് ചെയ്യാൻ റെഡിയായി നിൽക്കുന്നുണ്ട്. ഇതിൻ്റെ മൂടി ഒന്ന് അടച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. ഞാനിവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് ഈ വെസൽ വെച്ച് കൊടുക്കാം. ഇവിടെ ഈ കേക്ക് ബാറ്റർ ഒഴിച്ചിരിക്കുന്ന വെസൽ ചൂടാകുന്നത് വരെ ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ചെയ്തത്. അതിനുശേഷം തീ കുറച്ച് വെച്ചു. അങ്ങനെ ഒരു 40 മിനിറ്റ് ആയപ്പോഴാണ് കേക്ക് റെഡിയായി വന്നത്. ഇവിടെ ഇതാ ഞാൻ തുറന്നിട്ടുണ്ട്. കേക്ക് നല്ല സ്റ്റൈലായിട്ട് വന്നിട്ടുണ്ട്. ഇനിയൊരു ടുപ്പി കൊണ്ട് നമുക്കൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ബാറ്ററൊന്നും പറ്റിയിട്ടില്ല. നമ്മുടെ കേക്ക് നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഓഫ് ചെയ്ത് വാങ്ങി വെക്കുകയാണ്. ഇവിടെ ഇതൊരു പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റുകയാണ്. ഇവിടെ ഈ കേക്കിൻ്റെ ഫ്രണ്ടും ബാക്കും കാണാൻ നല്ല സ്റ്റൈലാണ്. അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. പിന്നെ ഈ കേക്കിൽ നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കാത്തത് കൊണ്ട് അത്ര സ്പോഞ്ചി ആയിട്ട് നിൽക്കത്തില്ല എന്നേ ഉള്ളൂ. പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇവിടെ ഇതേ അളവിലുള്ള കേക്ക് ബാറ്ററിൽ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർത്താൽ എങ്ങനെയുണ്ടാകുമെന്ന് കണ്ടു നോക്കാം. ഇവിടുത്തെ ഞാൻ സെയിം അളവിലുള്ള കേക്ക് ബാറ്റർ തന്നെയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 2 മുട്ട, 1 കപ്പ് വീറ്റ് ഫ്ലവർ എന്നിവയ്ക്ക് എല്ലാ അളവും ഞാൻ സെയിം ആയിട്ട് എടുത്തു. പിന്നെ ഇതിൽ എക്സ്ട്രാ ചേർത്തിരിക്കുന്നത് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും പിന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് ചേർത്തിരിക്കുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ബാറ്ററൊക്കെ റെഡിയായി. അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത പഴവും അണ്ടിയും മുന്തിരിങ്ങ ബദാം തേങ്ങ എന്നിവയൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തു. പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു വെസലിൽ പഞ്ചസാരയൊക്കെ ചേർത്ത് പഴമൊക്കെ നിരത്തി വെച്ച് ആ കേക്ക് ബാറ്റർ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബാറ്റർ ഒഴിച്ചതിന് ശേഷം ഈ വെസലിൽ ഒന്ന് ചെറുതായിട്ട് തട്ടി വെക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഫ്രൈ ചെയ്തിരിക്കുന്ന ആ പഴവും അണ്ടിയും മുന്തിരിങ്ങ ബദാം തേങ്ങ എന്നിവയൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇതാ കുക്ക് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ നേരത്തെ പോലെ തന്നെ ഞാൻ വെസൽ ചൂടാകുന്നവരെ ഹൈ ഫ്ലെയിമിൽ ചെയ്തിട്ട് പിന്നെ 40 മിനിറ്റ് ലോ ഫ്ലെയിമിലാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്ക് ഇതാ റെഡി ആയി കഴിഞ്ഞു. ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കണ്ടാൽ മനസ്സിലാകും 2 കേക്കും തമ്മിലുള്ള ഡിഫറൻസ്. ആദ്യം നമ്മൾ തയ്യാറാക്കിയ കേക്കിൽ നിറയെ ആ ഫ്രൂട്ട്സൊക്കെ മുകൾ ഭാഗത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കേക്ക് നല്ല പൊങ്ങി വരുമ്പോൾ ആ ഒരു ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ടതൊക്കെ താഴോട്ടേക്ക് പോയി. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല സ്പോഞ്ചി കേക്കാണ് ഇത് റെഡി ആയിരിക്കുന്നത്. പക്ഷേ കഴിക്കാൻ 2 കേക്കും നല്ല ടേസ്റ്റിയാണ്. ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണം. അപ്പോൾ പുതിയ റെസിപ്പീസുമായിട്ട് നമുക്ക് കാണാം. താങ്ക്